Good morning and good morning. Welcome to Singapore Choice. Singapore Choice ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മൾ സിംഗപ്പൂർ സൂവിൻ്റെ അകത്താണ്. ഓൾറെഡി നമ്മൾ പല പ്രാവശ്യം സൂവിനകത്ത് വന്നിട്ടുണ്ട്, പല പ്രാവശ്യവും നമ്മൾ സൂവിലുള്ള ഓരോ അട്രാക്ഷൻസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈവൻ റീസെൻ്റ്ലി നമ്മൾ സൂവിലൊരു എക്സ്പീരിയൻസ് ചെയ്തു. ആൻഡ് ടുഡേ ഇന്ന് നമ്മൾ ഭയങ്കര ഒരു രസമുള്ള ഒരാളെ കാണാൻ പോവാണ്. അറ്റ് ടൈംസ് നമുക്ക് ഒരു ഇടയ്ക്ക് നമ്മളെല്ലാവരും ഫാനായിരുന്ന ഒരാൾ, ഒരു ബ്രീഡ്, ഒരു സ്പീഷീസ്. ആൻഡ് വി റിയലി ഡൗട്ട് ഇങ്ങനെ ആക്ച്വലി ഇതൊരു ആനിമേറ്റഡ് സ്റ്റോറി ആണോ ഓർ ഡു വി ഹാവ് സച്ച് എ സ്പീഷീസ് ഇൻ ദ വേൾഡ് എന്ന് പലരും ഡൗട്ട് പറഞ്ഞിട്ടുള്ളൊരു സാധനമാണ്. ആൻഡ് യെസ്, ഐ എം ടോക്കിംഗ് അബൌട്ട് കുംഫു പാന്ത ആൻഡ് ദ റിയൽ പാന്ത. പാന്ത ആക്ച്വലി ഉള്ളത് ജെയിൻ ഫോറസ്റ്റിലാന്ന് കേട്ടിട്ടില്ലേ? ആൻഡ് ഇവിടെ കയറുമ്പോൾ തന്നെ നല്ല തണുപ്പാണ് കേട്ടോ. നമ്മൾ പാന്തേനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ അകത്തോട്ട് പോകുമ്പോൾ ഇവിടെ നമ്മുടെ ജെയിൻ ഫോറസ്റ്റിലുള്ള പോലെയുള്ളത് ഒരു കാടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇറ്റ്സ് എൻ ആർട്ടിഫിഷ്യലി മെയ്ഡ് ഫോറസ്റ്റ്. നല്ല തണുപ്പാണ്. ബിക്കോസ് ഇവർ ജനിച്ച് വളർന്നതും ജീവിക്കുന്നതും ഒക്കെ നല്ല തണുപ്പുള്ള രാജ്യത്താണ്. ആൻഡ് ഐ ഹേർഡ്, സത്യമാണോ നിശ്ചയമില്ല, കേട്ടിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ദിസ് പാന്താസ് ആർ അണ്ടർ ദ എഡ്ജ് ഓഫ് എക്സ്റ്റിൻഷൻ എന്ന് കേട്ടിട്ടുണ്ട്. ഈ ഒരു ബ്രീഡ് ലോകത്തുനിന്ന് തന്നെ കാണാതായി വരുന്ന ഒരു സമയം. ഇതൊക്കെ കേട്ടുകേൾവിയാണ്. ആൻഡ് ലൈഫിൽ ഒരിക്കലെങ്കിലും പാന്തനെ കാണണം എന്നുള്ളത് എൻ്റെ ഒരു മോഹമായിരുന്നു. ആൻഡ് ഹിയർ കംസ് മൈ പാന്ത ഓവർ ദേർ. ഉയ്യോ, സിനിമയിൽ കാണുന്ന പോലെ തന്നെ പാന്ത ഇരുന്നിട്ട് നോക്കുക. ഹൗ അഡോറബിൾ. ഹി ഓർ ഷീ എന്ന് പറയാറില്ല കേട്ടോ. ആണിനാണോ പെണ്ണിനാണോ എന്ന് തിരിച്ചറിയാൻ എനിക്കറിയില്ല. പുള്ളി ഭയങ്കര റിലാക്സ്ഡ് ആണ്. പുള്ളിക്ക് ഒരു ആവേശമില്ല, എന്താ പറയുക, ഒന്നുമില്ല. ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു സ്ട്രെസ്സോ സ്ട്രെയിനോ ഒന്നും ഇല്ല കേട്ടോ. വളരെ ഡീറ്റെയിൽ ചെയ്ത് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഇങ്ങനെ കിടന്ന്. സീരിയസ്ലി നമ്മൾ സിനിമയിൽ ഹൗ വി ഹാവ് സീൻ ദ കുംഫു പാന്ത ആൻഡ് നമുക്ക് ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ഫീലിംഗ് വരില്ലേ കുംഫു പാന്ത കാണുമ്പോൾ? അതേപോലെ തന്നെയാണ് ദ വൺ. ഇവിടെ ഞാൻ ആദ്യത്തെ പാന്തനെയാണ് കണ്ടത്. ആൻഡ് ഹീ ഈസ് വെരി കാം, കൂൾ ആൻഡ് റിലാക്സ്ഡ്, ഹാവിങ് ഹിസ് ഫുഡ്. നല്ല തണുപ്പാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പാന്തയ്ക്ക് ഇത്രയും തണുപ്പ് വേണ്ടി വരുമായിരിക്കും. അല്ലാതെ ഇത് നമുക്ക് വേണ്ടിയിട്ടുള്ള തണുപ്പല്ല. ബിക്കോസ് പുറത്തൊക്കെ നല്ല ചൂടായിരുന്നു. അകത്ത് വന്നപ്പം ഇറ്റ്സ് ടു ഡാം കൂൾ ഹിയർ. ആൻഡ് ഐ തിങ്ക് വി ഹാവ് ടു മൂവ് ഫോർവേഡ്. ഈ ഒരു പാന്തനെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ആൻഡ് വി ഹാവ് മോർ പാന്താസ് ഇൻസൈഡ് എന്നാണ് പുറത്ത് പറഞ്ഞത്. ഞാനിപ്പോൾ ഇങ്ങനെ നടക്കാൻ പോവാണ്. ഇവിടെ ഇനിയും ഒരുപാട് പാന്താസ് ഉണ്ടെന്നാണ് പുറത്തുനിന്ന് പറഞ്ഞത്. സോ ഫോർ ദാറ്റ് യു ഹാവ് ടു ഫോളോ മീ. യു ക്യാൻ സീ ജെയിൻ പാന്ത. ഇതാണ് ഏറ്റവും വെൽ ലവ്ഡ് പാന്ത എന്ന് പറയുന്നു. ആൻഡ് the racist member of the bear family, they are about 1800 panthas left in the world. And ee oru jain pantha ne കാണാനുള്ളത് മംഗോളിയ, ചൈന, ഇന്ത്യയിലുണ്ട്. And when we move on, ഇവിടെ പാന്തൻ്റെ ഈ പർട്ടിക്കുലർ പാന്തൻ്റെ ടിയ ആൻഡ് ജിയ അതാണ് ആണ് പാന്തയും പെണ്ണ് പാന്തയും പറയുന്നത്. ഈ ടിയ എന്നുള്ള പാന്തയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 3rd September 2008, which is this is almost 10 years old. 10 വയസ്സ് തികയണമെങ്കിൽ അടുത്ത സെപ്റ്റംബർ ആവണം. ഏറ്റവും ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ക്യാരറ്റ്സ് ആണ്. ക്ലൈംബിങ് ട്രീസ് ആണ് ഇതിൻ്റെ ഏറ്റവും ഫേവറേറ്റ് പരിപാടി. ആൻഡ് ഇതിൻ്റെ പാസ്റ്റ് ടൈം ഈസ് ബ്രിങ്കിങ് ബാംബൂ അപ്പ് എ ട്രീ ടു മഞ്ച്. അപ്പം നമ്മളിപ്പോൾ കണ്ടത് അതിൻ്റെ പാസ്റ്റ് ടൈം ആയിരുന്നു. വിച്ച് സേസ് ബാംബൂവിനെ പിടിച്ചിങ്ങനെ അങ്ങനെ മഞ്ച് ചെയ്യുക. അതാണ് അതിൻ്റെ ഏറ്റവും ഭയങ്കര ഡിയറസ്റ്റ് പാസ്റ്റ് ടൈം എന്ന് പറയുന്നു. ആൻഡ് ഈ ഒരു പർട്ടിക്കുലർ പാൻഡ ജനിച്ചിട്ടുള്ളത് ചൈനയിലുള്ള ഒരു സ്ഥലത്താണ്. അപ്പോൾ ദിസ് ഇസ് ഓൾ അബൌട്ട് നമ്മളിപ്പോൾ കണ്ട പാന്ത. ആൻഡ് പാന്തനെ പറ്റിയിട്ട് ഇവിടെ കുഞ്ഞു സ്റ്റോറീസ് ഉണ്ട്. ആൻഡ് ദിസ് ഇസ് ഓൾ ഫോർ കിഡ്സ്. ആക്ച്വലി ഈ പാന്ത ഉണ്ടല്ലോ, ആൾ ചില്ലറക്കാരനല്ല കേട്ടോ, ഭയങ്കര സംഭവമാണ്. ബിക്കോസ് ഒരു അഡൽട്ട് പാന്ത, അതായത് ഒരു ഗ്രോണപ്പ് പാന്ത ഏകദേശം 20 കിലോ ബാംബൂ ഒരു ദിവസം കഴിക്കുന്നു. ഒന്ന് ആലോചിച്ചൊക്കെ, 20 കിലോ ബാംബൂ. അപ്പോൾ 20 കിലോ ബാംബൂ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു രീതിയിൽ ഞാൻ പറയാം. ഫോർ അവർ ഐഡിയ, 100 ബൗൾസ് ഓഫ് റൈസ്, 100 ബൗൾസ് ഓഫ് റൈസ് നമ്മൾ കഴിക്കുന്ന പോലെയാണ് 20 കിലോ എന്താ പറയുക ബാംബൂ ഈ ഒരു ഒറ്റ പാന്ത, ഒരു അഡൽട്ട് പാന്ത ഒരു ദിവസം കഴിക്കുന്നത്. അപ്പം നല്ല അത്യാവശ്യം ഒരു വീട്ടിൽ പാന്തനെ വളർത്തണം എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ ഏകദേശം ഒരു ആനേനെ വളർത്തുന്ന പോലെ ആയിരിക്കും. ബട്ട് അതിൻ്റെ ഒരു ക്യൂട്ട്നെസ് ഈ ഒരു പാന്തയ്ക്ക് ഉണ്ടല്ലോ. ആൻഡ് ഓക്കെ, ഈ പാന്തൻ്റെ മേത്ത് ഇതിവിടെ ഉണ്ടാക്കി വെച്ചിട്ടില്ലാണ്. കുഞ്ഞു കുട്ടികൾക്കൊക്കെ വന്ന് ഫോട്ടോ എടുക്കാൻ ഇറ്റ്സ് ഫൺ. ഈ പാന്തയുടെ മുകളിൽ ഒരു കുട്ടി പാന്തയുണ്ട്. ആൻഡ് ഫോർ യുവർ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്
We have ഇവിടെ ഒരുപാട് ഇൻഫർമേഷൻസ് ഇസ് റിട്ടൺ ഓവർ ഹിയർ. ന്യൂ ബോൺ പാന്ത മുതൽ 10 days ആയിട്ടുള്ള പാന്ത, 14 days ആയിട്ടുള്ള പാന്ത, 6 months പാന്ത, 1 year പാന്ത ആൻഡ് ദ മെച്ചുവേർഡ് പാന്ത വിച്ച് ഇസ് ആ മെച്ചുവേർഡ് ആയിട്ടുള്ള പാന്ത 5 വയസ്സ് ഉണ്ട്, അതിന് 100 kilo വെയിറ്റ് ഉണ്ട്. And it has started making babies too. അഞ്ചാമത്തെ വയസ്സായപ്പോൾ it has started making babies and ഇത് 30 വയസ്സ് വരെ ജീവിക്കും. Yes, finally I could find one over here and which is a red panther. Panther നമ്മൾ സിനിമ കാണുന്ന പോലെ തന്നെയാണ്. പാന്തയ്ക്ക് ഒരുപാട് ഇമോഷൻസ് ഉണ്ട്. അവർ സംസാരിക്കും, നമുക്ക് ഓഫ് കോഴ്സ് നമുക്ക് ആ ഭാഷ നമുക്ക് മനസ്സിലാവില്ല, എന്നാൽ പോലും ദേ ടോക്ക്, ദേ ക്രൈസ്, ദേ വിസിൽസ്. അത് ആലോചിച്ചൊക്കെ സാധാരണ ആനിമൽ സംസാരിക്കുന്ന ഒരു ഭാഷയൊക്കെ ഉണ്ട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്ന വർത്തമാനം പറയുന്ന ഭാഷ, പലതരം സൈൻ, പലതരം ശബ്ദങ്ങളും ഉണ്ട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറയും. അങ്ങനെയാണ് നോർമലി എല്ലാ മൃഗങ്ങളും. ഇപ്പോൾ അതുപോലെ തന്നെ പാന്തേൻ്റെ വിശേഷം. ഇവിടെ ഒരു റെഡ് പാന്തയാണ് കേട്ടോ ഉള്ളത്. ഈ പാന്ത ഭയങ്കര റെസ്റ്റ്ലെസ് ആണെന്ന് തോന്നുന്നു. മറ്റേ പാന്ത നമ്മൾ കാണുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ ഭയങ്കര റിലാക്സ് ചെയ്തൊന്ന് ഭക്ഷണമൊക്കെ കഴിക്കായിരുന്നു. ബട്ട് ഈ പാന്ത ഇസ് ലൈക്ക് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദിസ് ലുക്സ് ലൈക്ക് എ ക്യാറ്റ്. നല്ലൊരു ബ്രൗൺ കളർ ക്യാറ്റിനെ പോലെ ഉണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമാവും കേട്ടോ കാണാനായിട്ട്. പാന്ത ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു. ആൻഡ് ഷീ ഈസ് സോ ആക്റ്റീവ്, എനർജറ്റിക് ടു. ഈ റെഡ് പാന്ത ഇസ് ലൈക്ലി നോൺ ആസ് ഫയർ ഫോക്സ് എന്നും കൂടെ ഈ ഒരു പാന്തേനെ പറയും. ആൻഡ് ഈ പാന്തേനെ നമുക്ക് കാണാൻ കിട്ടുന്നത് മംഗോളിയ, ചൈന, ഇന്ത്യ ഈ 3 സ്ഥലങ്ങളിലാണ് ഈ റെഡ് പാന്തേനെ നമുക്ക് കാണാൻ കിട്ടുന്നത്. അതിന് വേണ്ടിയിട്ട് എൻ്റെ മുകളിലൊരു കുഞ്ഞു വീടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആൻഡ് ലെറ്റ്സ് മൂവ് ഓൺ. ഇനി വേറെയും പാന്താസ് ഉണ്ട് ഇവിടെ. എനിക്ക് തോന്നുന്നു ദോസ് ആർ അവർക്ക് താമസിക്കാനും ഇരിക്കാനും നിൽക്കാനൊക്കെ കുറേ സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ പോയി എല്ലാവരും ഭയങ്കര റെസ്റ്റിലാണ്. But then it's a nice experience. When you drop in here, ഈ ഒരു സൂവിൽ വരുന്ന സമയത്ത് പാന്തേനെ കാണാൻ മറക്കരുത്. ചിലപ്പോൾ കുറേ നടക്കണ്ടോണ്ടേ പാന്തേനെ കാണാതെ പോകും. ആൻഡ് ഇവിടെ കയറി വരുന്ന സ്ഥലത്തൊരു ഷോപ്പൊക്കെ ഉണ്ട്. കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ അവിടെ പാന്തേൻ്റെ കുറേ ടോയ്സും ഈവൻ അവർക്ക് അവിടെ മേടിക്കാൻ കിട്ടുന്ന ജ്യൂസിന് മേലെ ടോപ്പിൽ വരെ പാന്തേൻ്റെ എന്താ പറയുക ഒരു പടമൊക്കെ വെച്ചിട്ടുള്ള ഇതൊക്കെ കിട്ടും. ആൻഡ് ജെയിൻ പാന്ത കാണാൻ കിട്ടുന്ന മംഗോളിയ, ചൈന, ഇന്ത്യ, അതാണ് നമ്മൾ തുടക്കത്തിൽ കണ്ടത്. ഇവിടെ നമ്മൾ കണ്ടത് റെഡ് പാന്ത. അപ്പോൾ 2 പാന്തേനെ എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ. ബട്ട് യു ഹാവ് മോർ ഓവർ ഹിയർ. അത് ഭാഗ്യം പോലെ ഇരിക്കും. The red panther is really funny. മറ്റത് കുറച്ച് lazy ആയിരുന്നു. But she is very funny. എന്തായാലും Singapore Choice in the Year episode I was able to show you some cute panther. Hope you liked it. We live in a world where communication, success or failures decides our destiny, and we meet personalities who have turned all the possibilities into their success stories. Now, that sounds solid if it's a woman and a mother. Yes, I'm talking about today's guest, a trained scientist, a business person, a public administration professional, and a mother of 2. It's my pleasure to invite a very versatile personality, Dr. Rashmi Rajendran, to our show. Dr. Rashmi, good morning and welcome to Singapore Choice. Thank you. Thank you for having me. Kannur to Singapore, BSc Physics to a business person. This journey is very excited, precious. Can you explain a bit more in details about the journey so far? The journey actually had a lot of twists and turns. BSc Physics കോഴിക്കോടിലാണ് ചെയ്തത്, Providence College. BSc Physics കഴിഞ്ഞപ്പം I wanted college chairman ആയിരുന്നു, was involved in a lot of leadership activities. Leadership related activities വളരെ താല്പര്യം തോന്നി. അങ്ങനെ I wanted to do something. അന്ന് it was not business but it was applying the same skills for my country. IAS എഴുതണമെന്നായിരുന്നു ഇൻട്രസ്റ്റ്. അങ്ങനെയാണ് public administration ചെയ്തത്. So while doing my masters in public administration, got very interested in social welfare,
children's activities. അപ്പം യൂണിസെഫിൻ്റെ കൂടെ ഒരു 1 year did my MPhil, worked with street children, NGOs. Then after that I met my husband, Santosh. We moved to Singapore. സിംഗപ്പൂരിൽ വന്നു കഴിഞ്ഞിട്ടും I went to the Philippines, volunteered for a year with street children. പക്ഷേ ആ സയൻസിലേക്ക് തിരിച്ചു പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആൻഡ് ഐ ഓൾസോ തോട്ട് ദാറ്റ് ഈ സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റീസ് എനിക്ക് ഐ കുഡ് ഡു ഇറ്റ് ഔട്ട്സൈഡ് സയൻസ്, ഐ കുഡ് ഡു ഇറ്റ് ഔട്ട്സൈഡ് മൈ ഡേ ജോബ്. അതായിരുന്നു ദ തോട്ട് പ്രോസസ്. ബട്ട് ഐ നെവർ തോട്ട് ദാറ്റ് ഐ വിൽ ഡു എ PhD. ദ ഐഡിയ വാസ് ദാറ്റ് ഈ ലീഡർഷിപ്പ് എബിലിറ്റിയും പ്രോജക്ട്സ് ലീഡ് ചെയ്യാനുള്ള എബിലിറ്റി, ഐ ഡൺ എ ലോട്ട് ഓഫ് പ്രോജക്ട്സ് വിത്ത് യൂണിസെഫ് ഇൻ ദ ഫിലിപ്പീൻസ് വിത്ത് സ്ട്രീറ്റ് ചിൽഡ്രൻ. So how do I translate that to technology? That was the thought process. അപ്പം മാസ്റ്റേഴ്സിന് വേണ്ടിയിട്ടാണ് ജോയിൻ ചെയ്തത് ഇൻ NUS. ആൻഡ് ദ ഐഡിയ വാസ് മാസ്റ്റേഴ്സ് ചെയ്യുക, എന്നിട്ട് ഗോ ഇൻ ടു എ പ്രോജക്ട് മാനേജ്മെൻറ്റ് റോൾ ഇൻ ഇൻഡസ്ട്രി ടു ഇംപ്ലിമെൻറ്റ് projects in a technical area. But very soon the masters became a PhD. I found my research work very interesting and then went on to A-Star because I still did not want to go down the academic route. Professor ava adinalla interest undayirunilla. I still wanted to do project management, leadership. So it was essentially to find the skills that I had that was unique and that I thought I could apply. Adayirunnu adinte thought process. Anganeyana Kannur to Singapore. അപ്പം എങ്ങനെയാണ് ഇത് ഓട്ടോമാറ്റിക്കലി വെൻ യു കം ടു എ ബിസിനസ് ബീങ് എ ബിസിനസ് പേഴ്സൺ ഒരു സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ഒരു സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾക്ക് they wanted to pursue more on science, right? Yeah. They don't want to come into the business. Yeah. So it's a very unique combination. Yes. So it's because of your leadership skills you decided something like this, or? Exactly. First degree കഴിഞ്ഞപ്പോൾ തന്നെ I realized that was a unique combination yeah. to have a technical background and leadership ability. So അത് എപ്പോഴും അതെങ്ങനെയാണ് ലെവറേജ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഓൾവേസ് ദ തോട്ട് പ്രോസസ് വാസ് ഹൗ കൻ ഐ ഡു സംതിങ് ഡിഫറെൻറ്റ് സോ ദറ്റ് മൈ കോൺട്രിബ്യൂഷൻ ഇസ് യുണീക്ക്. സോ ദാറ്റ് വാസ് ദ തോട്ട് പ്രോസസ്. ബിക്കോസ് എല്ലാവരും ചെയ്യുന്ന അതേ റൂട്ടിൽ പോവാം, ദാറ്റ് വുഡ് ബി എ സേഫ് ഓപ്ഷൻ. ബട്ട് ഐ നെവർ ലൈക്ക് സേഫ് ഓപ്ഷൻസ്. അപ്പം എങ്ങനെയാണ് ഒരു എൻ്റെ യുണീക്ക് എബിലിറ്റി ടു പ്രൊവൈഡ് സം വാല്യൂ ടു സൊസൈറ്റി, അത് അങ്ങനെ അത് കാരണമാണ് ബിസിനസ്സിൽ പോകുമ്പോഴും ഹൗ ഡു ഐ ഡു ഇറ്റ് ഈ സയന്റിഫിക് കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള ഐഡിയ വെച്ചിട്ടാണ് ഇപ്പം ബിസിനസ്സിലും ചെയ്യുന്നത്. Can you explain or tell us bit more details in budding innovations? When I was at the university, National University of Singapore, doing my PhD, again I was interested in commercialization of technologies. That's why I moved from the university to A-Star, which is the Singapore government's efforts to commercialize research. So it's a lot of research labs that are brought together, commercialize ചെയ്യാൻ വേണ്ടിയിട്ട്. A-Starൽ ഇരുന്നപ്പോഴാണ് റിയലൈസ് ചെയ്തത് ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പം A-Starൽ ഇരുന്നപ്പം എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ സയൻസ് ചെയ്യുന്ന ആൾക്കാർ യൂഷ്വലി ദേ ആർ വെരി പാഷനറ്റ് സയൻസിനെ പറ്റി, പക്ഷെ അതിൻ്റെ ബിസിനസ് ആപ്ലിക്കേഷൻ എന്താണെന്നുള്ളത് ആലോചിക്കുന്നില്ല യൂഷ്വലി. അപ്പോൾ ഒരു പുതിയ ടെക്നോളജി ഇങ്ങനെ ഡെവലപ്പ് ചെയ്യണു, പക്ഷെ അത് മാർക്കറ്റിൽ എവിടെയാണ് അത് ഫിറ്റ് ചെയ്യുക, അതിന് എന്താ വാല്യൂ, മാർക്കറ്റ് വാല്യൂ അങ്ങനെ ആലോചിക്കണില്ല. അപ്പോഴാണ് തോന്നിയത് അങ്ങനെ ചെയ്യണ ഒരു കമ്പനീസ് ഇല്ല ശരിക്കും. അപ്പം അങ്ങനെ ഒരു കമ്പനിയാണ് ബഡിങ് ഇന്നോവേഷൻസ്. അപ്പം ഞങ്ങളുടെ കമ്പനിയിൽ ഞങ്ങളെല്ലാവരും തന്നെ PhD കഴിഞ്ഞ് MBA ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ ദ ഐഡിയ ഇസ് ഞങ്ങൾക്ക് സയൻറ്റിസ്റ്റിനോടും വർത്താനം പറയാൻ പറ്റും, ബിസിനസ് ആൾക്കാരോടും ഡീൽ ചെയ്യാൻ പറ്റും. ആൻഡ് ഒരു പ്രോബ്ലമിൻ്റെ രണ്ട് ഭാഗം, സയൻറ്റിഫിക് ഭാഗവും ബിസിനസ് ഭാഗവും കാണാൻ പറ്റും. അപ്പം ബഡിങ് ഇന്നോവേഷൻസിൽ ദ ഐഡിയ ഇസ് മൾട്ടിനാഷണൽ കമ്പനീസിനുള്ള പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്സിന് നമ്മൾ റിസർച്ച് ഫീൽഡിൽ പോയിട്ട് സൊല്യൂഷൻസ് കണ്ടിട്ട് വർക്ക് വിത്ത് സയൻറ്റിസ്റ്റ്, എന്നിട്ട് അതിനെ ഒരു ബിസിനസ്സിന് വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആയി കൺവേർട്ട് ചെയ്തിട്ട് take it to the market. So that is the idea behind budding innovations. എൻ്റെ റിസർച്ച് മുഴുവൻ ഹെൽത്ത് കെയർ ലൈഫ് സയൻസസിലായിരുന്നു. PhD ഫിസിക്സിലായിരുന്നെങ്കിലും ആപ്ലിക്കേഷൻസ് ഹെൽത്ത് കെയറിലായിരുന്നു. അപ്പോൾ അത് കാരണം ആ ഫീൽഡിലാണ് എൻ്റെ നെറ്റ്വർക്ക്സ് മുഴുവൻ. ആ ഫീൽഡിൽ ഫാർമ കമ്പനീസായി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഫീൽഡിലുള്ള സയൻസ് കമേഴ്ഷ്യലൈസ് ചെയ്യാനാണ് ദാറ്റ് മൈ നെറ്റ്വർക്ക്സും എൻ്റെ ബാക്ക്ഗ്രൗണ്ടും എന്നെ ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ അത് കാരണം ദ ഹെൽത്ത് കെയർ ആൻഡ് ലൈഫ് സയൻസസ് ഡിവിഷൻ ഓഫ് ബഡിങ് ഇന്നോവേഷൻസ് ആണ് ഞാൻ സെറ്റപ്പ് ചെയ്തത്. ആൻഡ് അതാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. How big is the team? So it's interesting because we started off with 2 of us. Budding Innovations was just the founder. When I met him, founder മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഞാൻ ഹെൽത്ത് കെയർ ആൻഡ് ലൈഫ് സയൻസസ് ടീം സെറ്റപ്പ് ചെയ്തു. ഇപ്പം ഞങ്ങൾ 23 ആൾക്കാരുണ്ട് in 2 years. അപ്പം ഒരു മീഡിയം സൈസ് കമ്പനിയായി വളർന്നു. What was your topic when you were doing scientific research? I think ഞാൻ കണ്ടിരുന്ന MRI imaging devices കുറേ റിസർച്ച് ചെയ്തിട്ടുണ്ട്. There were some publications on that, right? അതിനെക്കുറിച്ചൊന്ന് പറയാം. ഫിസിക്സ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് MRIൻ്റെ ടെക്നോളജി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു എൻ്റെ റിസർച്ച്.
അപ്പോൾ ഈ MRI ചെയ്യുമ്പോൾ എപ്പോഴും കോൺട്രാസ്റ്റ് ഏജൻസ് ഇഞ്ചെക്ട് ചെയ്യണം ഇമേജ് നല്ലോണം കിട്ടാനായിട്ട്. അപ്പോൾ അതൊരു വലിയ ചാലഞ്ചാണ് ക്യാൻസറുള്ള ആൾക്കാർക്കൊക്കെ. ബിക്കോസ് ആ ട്യൂമർ ഇങ്ങനെ വളരുന്നത് ഒബ്സർവ് ചെയ്യാൻ അവർക്ക് തിരിച്ച് MRI സ്കാൻസ് ചെയ്യണം. അപ്പം എത്ര ഓഫൺ അത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഡിപ്പെൻഡ്സ് ഓൺ ഈ കോൺട്രാസ്റ്റ് ഏജൻറ്റ് ആദ്യം ബോഡിയിൽ നിന്ന് വാഷ് ഓഫ് ആയി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഓൾ ദ പബ്ലിക്കേഷൻസ് ഞങ്ങളുടെ മേജർ ബ്രേക്ക് ത്രൂ എന്തായിരുന്നു എന്ന് വെച്ചാൽ കോൺട്രാസ്റ്റ് ഏജൻറ്റ് ഇല്ലാതെ ബോഡിയിലെ ബ്ലഡിനെ തന്നെ ഒരു കോൺട്രാസ്റ്റ് ഏജൻറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഇമേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞങ്ങളാണ് ഫസ്റ്റ് കാണിച്ചത്. സോ ദാറ്റ് വാസ് മൈ റിസർച്ച്. അപ്പോൾ എൻ്റെ പബ്ലിക്കേഷൻസ് ആദ്യം ആനിമൽസിൽ ചെയ്തു, അത് ചെയ്യാൻ പറ്റും എന്ന് കാണിച്ചു. എന്നിട്ട് ഇവിടെ നാഷണൽ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ ഇപ്പം ഞങ്ങൾ പേഷ്യൻസിൽ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തു, സ്ട്രോക്ക് പേഷ്യൻസിലൊക്കെ അത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. യൂണിസെഫിലും ഫിലിപ്പീൻസിലും എന്തോ ഒരു ഓർഗനൈസേഷനായിട്ട് യു ആർ വർക്കിംഗ് വിത്ത് ഫോർ സം ചാരിറ്റി, എന്തായിരുന്നു അതിൻ്റെ ഒരു നാട്ടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു ഐഡിയ. അഗെയിൻ എൻ്റെ യുണീക്ക് സ്കിൽസ് യൂസ് ചെയ്തിട്ട് അതെങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞു. MPhil എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് ബിഫോർ യുവർ PhD ചെയ്തു. അപ്പോൾ MPhil ചെയ്യുമ്പം ഐ വാണ്ടഡ് ടു ഡു ദിസ് ഇൻ സോഷ്യൽ വെൽഫെയർ. ഞാൻ യൂണിസെഫിൽ പോയി അവരോട് സംസാരിച്ചു. ഐ സെഡ് ദിസ് ഇസ് വാട്ട് ഐ വോണ്ട് ടു ഡു. അവർ പറഞ്ഞു ഓക്കെ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രപ്പോസൽ എഴുതി പ്രൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞങ്ങൾ എടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവരെ കൺവിൻസ് ചെയ്തിട്ട് യൂണിസെഫിൽ ജോയിൻ ചെയ്തത്. കുറേ NGOs ഉണ്ട് വർക്കിംഗ് വിത്ത് സ്ട്രീറ്റ് ചിൽഡ്രൻ. അപ്പം യൂണിസെഫ് ഇസ് ബ്രിങ്ങിങ് ഇൻ എ ലോട്ട് ഓഫ് മണി ഈ NGOsനെ ഫണ്ട് ചെയ്യാനായിട്ട്. ആൻഡ് യൂണിസെഫ് ഇസ് ഇവാലുവേറ്റിംഗ് ഇറ്റ്. പക്ഷേ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള റിസർച്ചർ പോയിട്ട് ഈ ഫണ്ട്സ് ശരിക്കും യൂസ് ചെയ്യുന്നുണ്ടോ, ഇത് ശരിക്കും ഉപയോഗപ്പെടുത്തി അത് ശരിക്കും ആ കുട്ടികൾക്ക് എത്തുന്നുണ്ടോ എന്നുള്ളത് നോക്കുന്നില്ല. അപ്പം അതായിരുന്നു ഞാൻ പറഞ്ഞത്. ഞാൻ ഒരു എക്സാമ്പിൾ യൂസ് ചെയ്തിട്ട് അവരോട് പറഞ്ഞു ഇതെനിക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. ആൻഡ് അഗെയിൻ അതൊരു വലിയൊരു അക്കംപ്ലിഷ്മെൻ്റ് ആയിരുന്നു. ബിക്കോസ് എൻ്റെ റിപ്പോർട്ട് എന്നിട്ട് അവരെടുത്തിട്ട് ദേ സെൻഡ് ഇറ്റ് ടു ദ ഹെഡ് ക്വാർട്ടേഴ്സ്. ആൻഡ് അത് ബേസ് ചെയ്തിട്ട് അവർ ഫണ്ടിങ് മെക്കാനിസത്തിൽ കുറേ ചെക്സ് ആൻഡ് ബാലൻസസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ ഫിലിപ്പീൻസിലും ഇതേമാതിരി SOS ചിൽഡ്രൻസ് വില്ലേജ്, ഇറ്റ്സ് വാട്ട് ദേ ഡു ഇസ് ഇറ്റ്സ് ആൻ ഓർഫനേജ് കമ്പൈൻഡ് വിത്ത് വൊക്കേഷണൽ ട്രെയിനിങ്. അപ്പോൾ കുട്ടികൾ അവിടെ സ്കൂളിൽ പോകും, എന്നിട്ട് അവിടെ ട്രേഡ് പഠിച്ചിട്ട് ദേ ഇൻ്റർവ്യൂ. അപ്പോൾ ഇതേമാതിരി ഞാൻ വോളണ്ടിയർ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇറ്റ്സ് എൻ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ, ദേ വെരി വെൽ ഫണ്ടഡ് ആൻഡ് ഓൾ ദ വോളണ്ടിയേഴ്സ് കം ഫ്രം ഓൾ ദീസ് ഓർഗനൈസേഷൻസ്. അങ്ങനെ ഒരു ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ പോയി ചെയ്യുന്ന ഒരു പ്രസിഡൻറ്റ് ഇല്ല അവർക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു ലുക്ക് ഐ വോണ്ട് ടു ഡു സംതിങ് ഫോർ ദ ഓർഗനൈസേഷൻ. അവർ പറഞ്ഞു ഇല്ല അങ്ങനത്തെ ഒരു അതിനുള്ളൊരു സ്കോപ്പ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വന്നിട്ട് ഒരു ദിവസം ഒബ്സർവ് ചെയ്യട്ടെ വെദർ ഐ ക്യാൻ കോൺട്രിബ്യൂട്ട്. അപ്പം എനിക്ക് ഇപ്പോഴും തോന്നുന്നത് ഞാൻ എന്നെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞത് ഓക്കെ വന്നോ ഒബ്സർവ്. ബിക്കോസ് ഞാൻ അത്രയും ചോദിച്ചാൽ പറഞ്ഞു ഓക്കെ ഒരു ദിവസം വന്ന് ഒബ്സർവ് ചെയ്തോളൂ. അപ്പം ഞാൻ ഒരു ദിവസം ഫുൾ ആ സ്കൂളിൽ സ്പെൻഡ് ചെയ്തു, ആ കുട്ടികളെയൊക്കെ നോക്കി. അപ്പം നോക്കിയപ്പോൾ ഞാൻ റിയലൈസ് ചെയ്തു. എന്നിട്ട് ഞാൻ ഈ ഇൻ്റർവ്യൂ വൊക്കേഷണൽ ജോബ്സിന് വേണ്ടി ട്രെയിൻ ചെയ്തിട്ട് കാർപ്പൻട്രി പെയിൻറ്റിങ് അതൊക്കെ കഴിഞ്ഞ് അവർ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ പലർക്കും ഈ ജോലി കിട്ടുന്നില്ല, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഹയർ ലെവൽ ആകുമ്പോൾ അവർക്ക് കിട്ടുന്നില്ല. സോ ഐ സ്റ്റാർട്ടഡ് ആസ്കിങ് എന്താണ്. അപ്പം അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ ഫേസ് ചെയ്യാനുള്ള ട്രെയിനിങ് ഒന്നുമില്ല, ഞങ്ങൾക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അപ്പം ഞാൻ തിരിച്ചു പോയിട്ട് ആ സെൻറ്റർ റൺ ചെയ്യുന്ന ആളോട് പറഞ്ഞു ലുക്ക് ഐ സെറ്റ് അപ്പ് എ പബ്ലിക് സ്പീക്കിംഗ് കോഴ്സ്. അപ്പോൾ ഞാൻ സ്കൂളിലും കോളേജിലും ഇപ്പോൾ കുറേ പബ്ലിക് സ്പീക്കിംഗ് ഡിബേറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് മറ്റേ യൂണിവേഴ്സിറ്റി ലെവലിലൊക്കെ പ്രൈസസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഐ സെറ്റ് അപ്പ് എ പബ്ലിക് സ്പീക്കിംഗ് കോഴ്സ് ഫോർ ദ യങ്ങർ ചിൽഡ്രൻ ആൻഡ് ഫോർ ദ ഓൾഡർ ചിൽഡ്രൻ ഐ വിൽ സെറ്റ് അപ്പ് ബോഡി ലാംഗ്വേജ് ആൻഡ് ഇൻ്റർവ്യൂയിങ് സ്കിൽസ് ഫോർ ദം. എന്നിട്ട് they said okay, so I made the curriculum, gave them the material, started working with them, and it was very satisfying because അത് കഴിഞ്ഞിട്ട് അവിടെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് കുട്ടികൾക്ക് ജോലി കിട്ടിയെന്ന് വന്ന് പറഞ്ഞപ്പം it was very and the percentage really went up. The number of kids who got jobs after that went up. എന്നിട്ട് അവരുടെ ആനുവൽ ഡേക്ക് they invited me as a chief guest to say ഇത്രയും കുട്ടികൾക്ക് ജോലി കിട്ടി. So that was the highlight of SOS Children's Village. ഇപ്പോഴും അവരോട് അസോസിയേറ്റഡ് ആണോ അതോ വേറെ എന്തെങ്കിലും സോഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടോ? ജോലിയും വീട്ടിലെ കാര്യമൊക്കെ അല്ലാതെ സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് എപ്പോഴും ഒരു ആഗ്രഹമാണ്. ബിക്കോസ് ഗ്രോയിങ് അപ്പ് ഐവ് സീൻ മൈ ഡാഡ് ഭയങ്കര സോഷ്യൽ വർക്കറായിരുന്നു. എപ്പോഴും യൂണിവേഴ്സിറ്റിയിലായിരുന്നെങ്കിലും പുറത്ത് കുറേ സോഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്യുമായിരുന്നു. So after working with SOS Children's Village, got very busy with my job at A-Star and then went to INSEAD for my MBA. INSEAD MBA ക്ക് പോയപ്പോഴാണ് നെക്സ്റ്റ് റൗണ്ട് ഓഫ് ഐ ക്യാൻ ഗെറ്റ് ഇൻവോൾവ്ഡ് ഇൻ സോഷ്യൽ ഇമ്പാക്റ്റ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ട്. So INSEAD approached me to be the face of their campaign for women in business. Because business schools ഒരു വലിയ ചാലഞ്ചാണ്, വളരെ കുറച്ച് വിമനേ ഉള്ളൂ അറ്റ് ലീഡർഷിപ്പ് പൊസിഷൻസ്. എല്ലാ കമ്പനിയിലും നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ CEO CFO ലെവലൊക്കെ എത്തുമ്പോൾ വളരെ കുറച്ച് വിമനേ ഉള്ളൂ. അപ്പം INSEAD being the number one business school in the world, they wanted to address this problem.
So they launched a big campaign to say it's called the Limitless campaign. Okay. അപ്പോൾ ഒരു globally കുറച്ച് 5 women globally they selected to be the face of the campaign. So I'm one of the faces. You're one of the face of Limitless campaign. Okay. Limitless campaign. And as part of that, I've been giving a lot of talking, and I'm involved in the gender summit that Singapore is going to host. Okay. What I also do is social impact activities involved ആവാൻ വേണ്ടി INSEAD-ന്റെ alumni association. I'm heading the initiatives for sustainable social impact initiatives. I'm working with the school for that. അത് കൂടാതെ ഞാൻ യങ് സയൻറ്റിസ്റ്റിനെ മെൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് സിംഗപ്പൂർ വിമൻ ഇൻ സയൻസ് വേറെ വിമൻസ് ഓർഗനൈസേഷൻസ് അതിലൊക്കെ ഇൻവോൾവ് ആയിട്ട് ദ ഹോൾ ഐഡിയ ഈസ് എങ്ങനെ ഹൗ ഡു യു നർച്ചർ ആൻഡ് ബ്രിങ് ടാലൻറ്റ് ദറ്റ് യു ആർ മിസ്സിങ് ഔട്ട് ബിക്കോസ് കുറേ വിമൻ ടാലൻറ്റഡ് വിമനെ ഞങ്ങൾ വി ആർ ലൂസിങ് ദ ടാലൻറ്റ് അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും സോ വിത്ത് ജെൻഡർ ഇനീഷ്യേറ്റീവ്സ് ആൻഡ് ഈവൻ ഇഫ് ഇറ്റ്സ് നോട്ട് വിമൻ ഹൗ ഡു യു മെൻറ്റർ യങ് പീപ്പിൾ സോ ഐ വർക്ക് വിത്ത് യങ് സയൻറ്റിസ്റ്റ് and people who want to cross over from science to business. അതാണ് എൻ്റെ വേറൊരു പാഷൻ ഏരിയ. ഈ ജെൻഡർ സബ്മിറ്റിൻ്റെ നെക്സ്റ്റ് എന്താണ് അവരുടെ ഡെവലപ്മെൻറ്റ് അല്ല അവരുടെ പ്ലാൻസ് ഫ്യൂച്ചർ പ്ലാൻസ് എന്തെങ്കിലും? ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ബിക്കോസ് ദ ഫൗണ്ടർ ഓഫ് ദ ജെൻഡർ സമ്മിറ്റ് സിംഗപ്പൂരിൽ വന്നിരുന്നു കഴിഞ്ഞ മാസം. ഞങ്ങൾ പോയപ്പം ഞങ്ങൾ റിയലൈസ് ചെയ്യാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈവൻ ദ സയൻറ്റിഫിക് റിസർച്ച് ഇസ് ബീങ് ഡൺ യൂസിങ് മെയിൽ മൈസ്. അപ്പോൾ അത് കാരണം ഈയിടെ അവർ ഡിസ്കവർ ചെയ്തു ദാറ്റ് ഡ്രഗ്സ് ദാറ്റ് ആർ ഫെയിലിംഗ് ഇൻ ദ മാർക്കറ്റ് ഇസ് ബിക്കോസ് ദർ ഇസ് എ ജെൻഡർ ബയസ്. ആൻഡ് ഇപ്പം നമ്മൾ സംസാരിക്കുന്നുണ്ടല്ലോ ഫോർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സെൻസേഴ്സ് AR VR അതിനൊക്കെ ഇപ്പം ലേറ്റസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ആർ ഷോയിങ് ദാറ്റ് ദിസ് ഇസ് ബിൽറ്റ് ഫോർ മെൻ. അപ്പോൾ അത് ആൻഡ് വിമൻ ആർ മോർ പ്രോൺ ടു മോഷൻ സിക്നെസ് ആൻഡ് അപ്പോൾ ആ ഒരു ആസ്പെക്ട് ഇസ് നോട്ട് ബീങ് സോ അതാണ്. അപ്പോൾ ജെൻഡർ സമ്മിറ്റ് ഇസ് not to drive just women to do things, പക്ഷേ ഈ പ്രോഡക്ട്സ് ഒക്കെ എങ്ങനെ നമുക്ക് ഹോൾ പോപ്പുലേഷന് നമുക്ക് കുറച്ചും കൂടെ സൂട്ടബിൾ ആക്കാം എന്നുള്ളത്. അപ്പോൾ സം ഓഫ് ദ ബിഗ് കാർ മാനുഫാക്ചറിങ് കമ്പനീസ് ഹാവ് നൗ കം ഓൺ ബോർഡ്. എന്നിട്ട് ക്രാഷ് ടെസ്റ്റിന് ദേ ഹവ് സ്റ്റാർട്ടഡ് യൂസിങ് ഫീമെയിൽ bodies, dummy bodies instead of just male bodies because they've realized that in accidents women get injured more because the crash tests are done. അങ്ങനെ so ഇങ്ങനത്തെ initiatives ഒക്കെയാണ് that is going to. So how do you make technology more suitable for gender initiatives? അതാണ് ജെൻഡർ സമ്മിറ്റിൽ കൂടെ ഞങ്ങൾ അച്ചീവ് ചെയ്യാൻ ട്രൈ ചെയ്യണത്. ഓക്കെ. ഡീജനറേറ്റീവ് ഡിസീസിനെ കുറിച്ച് എന്തോ റിസർച്ച് ചെയ്തതായിട്ട് പറഞ്ഞിരുന്നു. എന്തായിരുന്നു ഡീജനറേറ്റീവ് ഡിസീസിനെ കുറിച്ചുള്ളത്? അത് ഞാൻ എൻ്റെ PhD ചെയ്യുമ്പം ഫിസിക്സ് ലാബിലായിരുന്നു. അപ്പം ന്യൂക്ലിയർ ഫിസിക്സ് ലാബിലായിരുന്നു. ഹൈ എനർജി പാർട്ടിക്കിൾസ് യൂസ് ചെയ്തിട്ട് ടിഷ്യൂ ഇമേജ് ചെയ്യുന്ന ഒരു ടെക്നീക്കായിരുന്നു. അപ്പോൾ ഈ ടെക്നീക്ക് വെച്ചിട്ട് ആൽസൈമേഴ്സ് ഡിസീസിൻ്റെ ടിഷ്യൂ നോക്കിയപ്പോൾ ഞങ്ങൾ കണ്ടുപിടിച്ചത് എന്താണെന്ന് വെച്ചാൽ ആൽസൈമേഴ്സ് ഡിസീസിൽ നമ്മൾ കഴിക്കുന്ന മിനറൽസ് അയൺ, സിങ്ക്, കാൽസ്യം അതിനൊക്കെ ആക്ച്വലി ഒരു ഇമ്പാക്റ്റ് ഉണ്ട്, ലോങ് ടേം ഇമ്പാക്റ്റ് ഉണ്ട്. നമ്മൾ കഴിക്കുന്ന സപ്ലിമെൻറ്റ്സ് ഇപ്പം പലരും സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നുണ്ട്, പക്ഷേ അത് എന്തിനാണ് അതിൻ്റെ മനസ്സിലാവണില്ല. ആൻഡ് ഈ ടെക്നീക്കിന് അത് സെൻസിറ്റീവാണ്, വേറെ ടെക്നീക്സിന് ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങളുടെ ഈ ടെക്നീക്ക് യൂസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ സപ്ലിമെൻറ്റേഷനും ഡീജനറേറ്റീവ് ഡിസീസും തമ്മിലുള്ള കണക്ഷൻ കണ്ടുപിടിച്ചതും അതിൻ്റെ പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്തതും. സോ ഡീജനറേറ്റീവ് ഡിസീസസ് നമ്മൾ പ്രായമായ ആൾക്കാർക്കുള്ളൊരു ഡിസീസാണെന്നുള്ളൊരു മിത്തുണ്ട് നമുക്ക്. പക്ഷെ നമ്മൾ പണ്ട് മുതൽ ചെറുപ്പം മുതലുള്ള ലൈഫ് സ്റ്റൈൽ ക്യാൻ ആക്ച്വലി ലീഡ് ടു ഇറ്റ് എന്നുള്ളതാണ് ഞങ്ങളുടെ റിസർച്ചിൻ്റെ ഫൈൻഡിങ്. ഇങ്ങനെയുള്ള കുറേ വർക്ക്സ് ബിക്കോസ് യു ബീൻ വെരി ബിസി ഓൺ യുവർ ഫാമിലി ലൈഫ് ആൻഡ് പ്രൊഫഷണൽ ലൈഫ് ആൻഡ് ഓൾ. എന്താണ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, എന്താണ് ഹോബീസ്? നാട്ടിലുള്ളപ്പം ഐ വാസ് എ ക്ലാസിക്കൽ ഡാൻസർ. സോ യൂണിവേഴ്സിറ്റി ലെവലിലൊക്കെ കുറേ നാഷണൽ ലെവലിലൊക്കെ പ്രൈസസ് കിട്ടിയിട്ടുണ്ട് ഫോർ ഭരതനാട്യം ആൻഡ് മോഹിനിയാട്ടം. ഇപ്പം ഡാൻസ് എ ലിറ്റിൽ ബിറ്റ് അത്ര സമയമില്ല, ബട്ട് ഐ ഓൾവേസ് എൻജോയ് ഫിസിക്കൽ ആക്ടിവിറ്റി. അത് കാരണം സോ ഐ ഡു എ ലോട്ട് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി ആൻഡ് ഐ ഫൈൻഡ് ദറ്റ് വെരി റിലാക്സിങ്. സോ ഐ ബൈക്ക്, ഐ റൺ. ഫാമിലിയെ കുറിച്ചൊന്ന് പറയോ? ഹസ്ബൻഡ് സന്തോഷ് ഇൻറ്റഗ്രാഫ് സിസ്റ്റംസ് എന്ന് പറഞ്ഞിട്ടൊരു മൾട്ടിനാഷണൽ കമ്പനിയിലാണ്. ഞങ്ങളിവിടെ 20 വർഷമായി ഓൾമോസ്റ്റ് സിംഗപ്പൂരിൽ വന്നിട്ട്. സോ സന്തോഷ് ഇസ് ബീൻ വിത്ത് ഇൻറ്റഗ്രാഫ് അന്ന് മുതലേ ഈസ് ബീൻ വിത്ത് ഇൻറ്റഗ്രാഫ്. അപ്പം ഞങ്ങൾ വളരെ ഓപ്പോസിറ്റ് പേഴ്സണാലിറ്റീസ് ആണ്. ഐ കീപ് ചേഞ്ചിങ് വാട്ട് ഐ എം ഡൂയിങ്, ബട്ട് ഈസ് വെരി ഹാപ്പി വിത്ത് ഹിസ് ജോബ്. ഹി ലവ്സ് വാട്ട് ഈസ് ഡൂയിങ്. Always wanted to do exactly what he's doing now. So process and plant design engineering. So it's very specialized part of engineering. He knew ചെറുപ്പത്തിലെ അതാണ് ചെയ്യേണ്ടതെന്ന്. And he's been doing that. 2 മക്കള്, ഐശ്വര്യ 15 വയസ്സ്, അശ്വിൻ 10 വയസ്സ്. രണ്ടുപേരും യുണൈറ്റഡ് വേൾഡ് കോളേജിൽ
എന്ന് പറഞ്ഞ സ്കൂളിലാണ് പഠിക്കുന്നത്. അതും ഒരു കാരണമുണ്ട്, ബിക്കോസ് ദാറ്റ് ഇസ് വൺ ഓഫ് ദി ഇന്റർനാഷണൽ സ്കൂൾസ് ദാറ്റ് ഡു മാക്സിമം സോഷ്യൽ ഇമ്പാക്ട് ഇനീഷ്യേറ്റീവ്സ്. ഈ അപ്കമിങ് ടാലൻസിനുള്ള അല്ലെങ്കിൽ ഫിസിക്സിൽ അല്ലെങ്കിൽ സയൻറ്റിഫിക് റിസർച്ചിൽ അവർക്ക് എന്താണ് ഒരു അഡ്വൈസ് കൊടുക്കാൻ പറ്റുന്നത്? വൈ നോട്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ഫേവററ്റ് ഫ്രേസ്. എന്നുവെച്ചാൽ നമ്മളെപ്പോഴും നമ്മൾ ചുറ്റുമുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് എനിക്ക് ഇതേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് അത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ. അപ്പം നമ്മളെപ്പോഴും എന്തുകൊണ്ട് നമുക്കത് ചെയ്തുകൂടാ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഇല്ല ശരിക്കും. ഞാൻ എപ്പോഴും പറയുക, ഡോണ്ട് സെറ്റ് ലിമിറ്റ്സ് ഫോർ യുവർ സെൽഫ്സ്, ബിക്കോസ് എപ്പോഴും നമ്മളാണ് നമ്മളെ തന്നെ വി ആർ ഹോൾഡിങ് അവർ സെൽഫ്സ് ബാക്ക്. സോ ഡോണ്ട് സെറ്റ് ലിമിറ്റ്സ് ഫോർ യുവർ സെൽഫ്സ് ആൻഡ് കീപ് ആസ്കിങ് വൈ നോട്ട്. Thank you, Dr. Rashmi. That was a very informative session, and thank you for giving us time. We wish you very best wishes for your future endeavors. Thank you. My pleasure. Thank you.